ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ അളവ് ടോപ്പ് ഉപയോഗിച്ച് അതിൽ നിന്നുള്ള അതേ അളവെടുത്ത് വേറൊരു ടോപ്പ് ഇല്ലേ മറ്റൊരു ടോപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ടോപ്പ് നമ്മൾ നേരെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ടോപ്പിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണേൽ അകമ്പുറം തിരിച്ചിട്ടതിന് ശേഷം അളവെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പം നമ്മളിവിടെ നല്ല തുണിയുടെ ഭാഗത്ത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. അപ്പം നമുക്ക് ഇറക്കം നമ്മൾ എടുത്തപ്പോൾ 39 ഇഞ്ചാണ് നമുക്ക് ഇറക്കം കിട്ടിയേക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എഴുതിയിട്ട് നമ്മൾ 39 ഇഞ്ച് എഴുതണം. ഇനി നമ്മൾ എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടെ എഴുതണം. അപ്പോൾ എന്തിനാണ് 2 ഇഞ്ച് എന്ന് വെച്ചിട്ടുണ്ട്, അടിഭാഗത്ത് സ്ലിറ്റിന് നമ്മൾ മടക്കി അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറും കൂട്ടിയടിക്കുന്നു. ഷോൾഡറിന് 1/2 ഇഞ്ച്, അടിഭാഗത്ത് 1.5 ഇഞ്ച്, ടോട്ടൽ നമ്മൾ 2 ഇഞ്ച് കൂടെ കൂട്ടി 41 ഇഞ്ച് വേണം നമുക്ക് ടോട്ടൽ ഇറക്കം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ചും കൂടെ എടുക്കണം. അടിഭാഗത്ത് മടക്കി അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറിന് നമ്മൾ 1/2 ഇഞ്ച് മടക്കി അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് എടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ വിരിവാണ്. അപ്പോൾ ഷോൾഡർ പൊതുവേ നമ്മൾ ഒരു 38 സൈസ് വരെ ഉള്ളവർക്ക് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടുള്ളവർക്കാണ് 7 ഇഞ്ചൊക്കെ നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്ച്ച് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് എടുക്കണം. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ അവിടെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് തയ്യൽ തുമ്പ് നമുക്ക് തട്ടും. ഇല്ലെങ്കിൽ അകമ്പുറം തിരിച്ചിടുവാണെങ്കിൽ ഒരു സൈഡിൽ കാണുന്ന തയ്യൽ തുമ്പ് തൊട്ട് അടുത്ത സൈഡിൽ വരുന്ന തയ്യൽ തുമ്പ് വരെ ഷോൾഡർ ഇങ്ങനെയാണ് വെച്ച് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് നമുക്ക് ഷോൾഡർ എന്ന് പറയുമ്പോൾ 13 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ അകമ്പുറം തിരിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 13 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 13 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കഴുത്തിൻ്റെ വിരിവാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ കഴുത്തിൻ്റെ വിരിവെന്ന് പറയുമ്പോൾ 3.5 ഇഞ്ചാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലൊന്നും നമ്മൾ കൂടുതലൊന്നും മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. കഴുത്തിൻ്റെ വിരിവ് നമ്മൾ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത നമ്മൾ കഴുത്തിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. വിരിവ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 6 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ ഫ്രണ്ടിലെ ഇറക്കമാണ് 6 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ എഴുതി കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യുമ്പോൾ 6.5 ഇഞ്ചാണ് ഫ്രണ്ടിലെ കഴുത്തിന് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനാണ് 1/2 ഇഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഷോൾഡറിന് നമ്മൾ കൂട്ടിയടിക്കുന്നുണ്ട്. ടോട്ടൽ നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതിന് ഷോൾഡറിന് 1/2 ഇഞ്ച് കൂട്ടിയടിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് കൂട്ടിയടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത്. ഇനി ബാക്കിൽ ഇറക്കമെന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. ഞാനിവിടെ 6 ഇഞ്ച് തെറ്റി എഴുതിയേക്കുന്നതാണ്. 5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ 5.5 ഇഞ്ചാണ് ബാക്കിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുമ്പം എത്രയാണ് നമ്മൾ കഴുത്തെടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഷോൾഡർ കൂട്ടിയടിക്കുന്നതാണ്. ഇനി അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് കൈക്കുഴിയുടെ ഇറക്കം, ഇല്ലെങ്കിൽ ആം ഹോളിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൈക്കുഴി നോക്കിയപ്പോൾ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് 6 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതും നമ്മൾ കൈക്കുഴിയുടെ ഇറക്കം 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യണം. കാരണം അവിടെ നമ്മൾ ഷോൾഡർ കൂട്ടിയടിക്കുന്നുണ്ട്. ഷോൾഡർ കൂട്ടിയടിച്ചിട്ടല്ലേ നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് കൈക്കുഴിയുടെ ചുറ്റളവ് ഇല്ലേ ആം റൗണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം 9 അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണെന്നറിയോ, 9 അടുത്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ 9 നമ്മൾ മാർക്ക് ചെയ്യണം. എക്സ്ട്രാ നമ്മൾ ഒരു 1.5 ഇഞ്ചോ ഇല്ലെങ്കിൽ ഒരു 2 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി മാർക്ക് ചെയ്യും. അപ്പോൾ 9 എന്ന് പറയുമ്പോഴത്തേക്ക് ചുറ്റളവ് വരുമ്പോൾ 18 ആകും. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മളൊരു 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യണം. കാരണം നമുക്ക് ഉള്ളിൽ ലൂസ് വേണം, അതുപോലെ തന്നെ തയ്യൽ തുമ്പൊക്കെ ആയിട്ടിടാൻ വേണം. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് 2 ഇഞ്ചും കൂടെ. അപ്പോൾ ടോട്ടൽ ഒരു സൈഡിലെ റൗണ്ട് നോക്കിയപ്പോൾ 9 കിട്ടി. അതിൻ്റെ നമ്മൾ ചുറ്റളവ് നോക്കുമ്പോൾ 18 ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ 2 ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് 20 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നമുക്ക് 19.5 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് ഒരു സൈഡിൽ നിന്ന് കിട്ടിയേക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടണം. കാരണം 2 സൈഡിൽ നമുക്ക് ലൂസ് വരണം, അതുപോലെ തന്നെ തയ്യൽ തുമ്പ് വരണം. അതുകൊണ്ട് നമുക്ക് 19.5 ഇഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മളൊരു 2 ഇഞ്ചും കൂടെ കൂട്ടി വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി അടുത്ത നമ്മൾ മാർക്ക് ചെയ്യുന്ന ഷേപ്പാണ്. അപ്പോൾ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ ടോപ്പിൻ്റെ ചെസ്റ്റിൻ്റെ തൊട്ട് അടിഭാഗത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് ഷേപ്പ് വേരി ചെയ്യും. എന്നാലും ഏകദേശം ഒരു 10, 11, 12 അങ്ങനെ ഒരു കണക്കാണ് നമ്മൾ ഷേപ്പിന് സാധാരണഗതിയിൽ മാർക്ക് ചെയ്യുന്ന. ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്കാണ് അതിൽ വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഷേപ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്
12 ഇഞ്ചാണ്. നിങ്ങൾക്കത് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എവിടെയാണോ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ വണ്ണവും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ ഇറക്കം 12 ഇഞ്ചാണ്, അതായത് ഷേപ്പിൻ്റെ ഇറക്കമാണ്, ശ്രദ്ധിക്കണം, ഷേപ്പിൻ്റെ ഇറക്കമാണ് നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ആരോ മാർക്ക് ഇട്ടിട്ട് 11 കാണിച്ചേക്കുന്ന 11 നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 12 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ എവിടെയാണോ നമ്മൾ ആ ഷേപ്പിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് അവിടുത്തെ വണ്ണവും കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ സൈസ് കിട്ടിയേക്കുന്ന 19 ഇഞ്ചാണ്. അപ്പോൾ 19 ഇഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് തീരെ തുണി കുറവാണെങ്കിൽ 1 ഇഞ്ചെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഞാൻ 2 ഇഞ്ച് കണക്ക് പറയുന്നതിൻ്റെ അകത്തുനിന്ന് 1 ഇഞ്ചെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഇറക്കം ഓരോരുത്തർക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ഇറക്കം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന 18.5 ഇഞ്ചാണ്. അപ്പോൾ ഹൈറ്റ് അനുസരിച്ച് സ്ലിറ്റിൻ്റെ ഇറക്കത്തിൽ മാറ്റം വരും. അപ്പോൾ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. 18.5 19 ഇഞ്ച് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 18.5 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 18.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കണം. കാരണം നമ്മൾ ഷോൾഡർ അടിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് 1/2 ഇഞ്ച് അവിടെ കയറി പോകും. അപ്പോൾ അത് സ്ലിറ്റിൽ വേരി ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. ഇനി നമുക്കത് സ്ലിറ്റിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. സ്ലിറ്റിൻ്റെ ഇറക്കം നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടുന്ന് നമ്മൾ വണ്ണം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ വണ്ണം എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. ശ്രദ്ധിക്കണം, ഒരു സൈഡിലെ വണ്ണമാണ് 21 ഇഞ്ച് എന്ന് പറയുന്നത്. 21ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് നിങ്ങൾ കൂട്ടി മാർക്ക് ചെയ്യണം. കാരണം 2 സൈഡിൽ നമ്മൾ മടക്കി അടിച്ച് സ്ലിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ തുണി ചിലപ്പോൾ കഴിയുമ്പോൾ തുണിയൊന്ന് ചുരുങ്ങും. അപ്പോൾ അതെല്ലാം കൂടെ ബാലൻസ് ആയിട്ട് വരണമെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ കുറച്ച് ലൂസ് ഇട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം. പിന്നെ കൈയുടെ വണ്ണമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കൈയുടെ വണ്ണം എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണ് എടുത്തത്, 6 ഇഞ്ചാണ് ഉള്ളത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയുവാണ്, നമ്മൾ ഷോൾഡർ 13 ഇഞ്ചാണ്. ആം ഹോളിൻ്റെ ഇറക്കം നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യണം. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6.5 ഇഞ്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ കഴുത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് 3.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മതി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.